ഇന്നലെ എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കാണാതായ 3 കുട്ടികളെയും തിരുവനന്തപുരത്ത് നിന്ന് കണ്ടെത്തിയെന്ന ആശ്വാസകരമായ ഒരു വാർത്തയുണ്ട്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഈ കുട്ടികൾ ഇങ്ങനെ കറങ്ങി നടക്കുന്ന പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഇപ്പോൾ അവർ സുരക്ഷിതരായി തമ്പാനൂർ സ്റ്റേഷനിലാണ്. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, ഈ കുട്ടികൾ സ്ഥലം വിട്ടു പോകുന്നതൊക്കെ ഇപ്പോൾ സ്ഥിര സംഭവമാവുകയാണ്. അതിന് കാരണമായി പറയുന്നത് സ്ഥലം കാണാൻ ഇറങ്ങി എന്നൊക്കെ കേൾക്കുമ്പോൾ വീട്ടുകാരുടെ നെഞ്ചിലായിരിക്കും ആദ്യം മുഴുവൻ. ഇപ്പോൾ ഇവർ തമ്പാനൂർ സ്റ്റേഷനിലാണ് ഉള്ളതെന്ന് അറിയുന്നു. വീട്ടുകാർ ഇങ്ങോട്ടേക്ക് എത്തിയോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് ശ്രീജ ഫോർട്ട് കൊച്ചിയിലെ 3 9ാം ക്ലാസ് വിദ്യാർത്ഥികൾ അവിടെ നിന്ന് അവരെ കാണാതാകുന്നത്. ഇപ്പോൾ തമ്പാനൂർ സ്റ്റേഷനിൽ ഇവരുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ തിരുവനന്തപുരത്തെത്തിയ ട്രെയിനിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. കുട്ടികൾ റെയിൽവേ സ്റ്റേഷനിൽ ചുറ്റിത്തിരിയുന്നത് കണ്ട പോലീസുകാർ ഇവരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് വീട്ടിൽ നിന്ന് എത്തിയതാണ്, ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വരുന്നതാണെന്ന് വിവരം പറഞ്ഞത്. ഇതിൽ ഫോർട്ട് കൊച്ചി ലാസർ മാർക്കറ്റിന് സമീപം താമസിക്കുന്ന ഷമീറിന്റെ മക്കളായ 15-കാരൻ മുഹമ്മദ് അഫ്രീദി, 13-കാരൻ മുഹമ്മദ് ഹഫീസ്, അയൽവാസിയായ ഫറാദിന്റെ മകൻ 15-കാരൻ അദീൽ, ഈ 3 കുട്ടികളുമാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയത്. ഇവരുടെ കയ്യിൽ വസ്ത്രങ്ങളടങ്ങിയ ബാഗുമുണ്ടായിരുന്നു. സ്ഥലം കാണുന്നതിന് വേണ്ടി വീട് വിട്ടിറങ്ങി എന്ന കാര്യമാണ് കുട്ടികൾ പറയുന്നത്. ഇവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് രക്ഷിതാക്കൾ പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം ഈ സ്റ്റേഷനിൽ എത്തി പോലീസ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം പിന്നീട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഒന്നുകിൽ കുട്ടികളെ രക്ഷിതാക്കൾക്കൊപ്പം വിടും, അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുണ്ട്, തുടങ്ങിയ സംവിധാനങ്ങളുണ്ട്. അങ്ങോട്ടേക്ക് മാറ്റണം. ആ കേസ് അവിടേക്ക് നൽകണമെങ്കിൽ ആ നിലയ്ക്കുള്ള നടപടികൾ സ്വീകരിക്കും. ശ്രീജ, ശരി. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കാണാതായ 3 കുട്ടികളെയും ഇവിടെ തിരുവനന്തപുരത്താണ് കണ്ടെത്തിയത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തന്നെ ഇവരുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. സുരക്ഷിതരായിരിക്കുന്നു. നാട് കാണാൻ ഇറങ്ങിയതാണ് എന്നാണ് കുട്ടികൾ പറയുന്നത്. നമ്മുടെ കുട്ടികളോട് ഇങ്ങനെ വീട്ടുകാരെ ആധിപ്പെടുത്തുന്ന രീതിയിലുള്ള നാട് കാണലൊക്കെ വേണ്ട എന്ന് നമുക്ക് വളരെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മറ്റു വാർത്ത